അന്താരാഷ്ട്ര രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ തകിടം മറിച്ചുകൊണ്ട് ഇറാന്റെ മിസൈൽ പദ്ധതിയെ പരസ്യമായി പ്രതിരോധിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിലപാട് ആഗോളതലത്തിൽ ഒരു രാഷ്ട്രീയ ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. വാഷിംഗ്ടണിന്റെ പരമ്പരാഗത വിദേശ നയങ്ങളിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഈ നീക്കം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഉറ്റ സുഹൃത്തുക്കളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഇത്രയും കാലം നിലനിന്നിരുന്ന തന്ത്രപ്രധാനമായ ചേരിതിരിവുകളെ അപ്രസക്തമാക്കുന്നതാണ് ട്രംപിന്റെ ഈ അപ്രതീക്ഷിത മനംമാറ്റമെന്ന് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ റിഫാത്ത് ജാവേദ് തന്റെ പുതിയ വിശകലനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇറാനുമായി രൂപപ്പെടുത്തിയ പുതിയ സമാധാന കരാറിനെ ചൊല്ലി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ട്രംപിനെതിരെ വ്യക്തിപരമായ വിമർശനങ്ങൾ ഉയർന്നതോടെ US പ്രസിഡന്റ് JD വാൻസും രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപിനെതിരെ ഇത്തരം പരസ്യമായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇസ്രയേൽ ഭരണകൂടം തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നാണ് വാൻസ് തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നൽകിയിരിക്കുന്ന കടുത്ത മുന്നറിയിപ്പ്. അമേരിക്കൻ വിദേശ നയത്തിന്റെ പവർ സെന്ററുകളിൽ നിന്നും ഇസ്രയേലിന് നേരെ അത്തരമൊരു താക്കീത് വരുന്നത് അടുത്ത കാലത്തൊന്നും കാണാത്ത അത്യപൂർവമായ ഒരു സംഭവ വികാസമാണ്. പതിറ്റാണ്ടുകളായി ഇറാന്റെ സൈനിക സന്നാഹങ്ങളെയും മിസൈൽ പരീക്ഷണങ്ങളെയും തങ്ങളുടെ അസ്തിത്വത്തിന് തന്നെ ഭീഷണിയായി കണ്ടിരുന്ന ഇസ്രയേലിന് ട്രംപിന്റെ ഈ വാക്കുകൾ വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ മിസൈലുകൾ കേവലം പ്രതിരോധി ആവശ്യങ്ങൾക്കുള്ളതാണെന്ന വാദത്തെ US പ്രസിഡന്റ് ന്യായീകരിക്കുമ്പോൾ അത് പശ്ചിമേഷ്യയിലെ തങ്ങളുടെ തന്ത്രപരമായ മേൽക്കൈ നഷ്ടപ്പെടുത്തുമെന്ന് തെല്ലവീവ് ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ നയതന്ത്ര നീക്കങ്ങളെയും അമേരിക്കയുടെ പുതിയ നിലപാടുകളെയും കുറിച്ചുള്ള റിഫാത്ത് ജാവേദിന്റെ നിരീക്ഷണം പ്രസക്തമാകുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഈ പുതിയ അടുപ്പം കേവലം ഒരു താൽക്കാലിക താല്പര്യമല്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിൽ തുടർച്ചയായ യുദ്ധങ്ങളിലേക്ക് അമേരിക്കൻ വിഭവങ്ങളും സൈന്യവും ഒഴുക്കുന്നതിനോട് ട്രംപിന് പണ്ട് മുതലേ താല്പര്യമില്ലായിരുന്നു. സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുക എന്ന തന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ തുടർച്ചയായാണ് അദ്ദേഹം ഇറാനിലേക്ക് കൈനീട്ടുന്നത്. എന്നാൽ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഈ പുതിയ നിലപാട് തങ്ങളുടെ പ്രതിരോധ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുന്നതിന് തുല്യമാണ്. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികളെ പൂർണ്ണമായും തകർക്കുക എന്നതായിരുന്നു ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം. ട്രംപിന്റെ പുതിയ നിലപാടിലൂടെ ഇറാൻ കൂടുതൽ ശക്തമാകുമെന്നും മേഖലയിൽ തങ്ങളെ വെല്ലുവിളിക്കാൻ ഇറാന് കൂടുതൽ ധൈര്യം ലഭിക്കുമെന്നും ഇസ്രയേൽ രാഷ്ട്രീയ നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് JD വാൻസിന്റെ ഇടപെടൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത്. ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഒരു നേതാവിനെ പിണക്കുന്നത് ഇസ്രയേലിന്റെ ആഗോള സുരക്ഷയ്ക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന യാഥാർത്ഥ്യമാണ് വാൻസ് ഓർമ്മിപ്പിക്കുന്നത്. വൈറ്റ് ഹൌസുമായുള്ള ബന്ധം വഷളായാൽ അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രയേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അന്ധമായ പിന്തുണ ഇല്ലാതാകുമെന്ന കൃത്യമായ നയതന്ത്ര സന്ദേശമാണ് വൈസ് പ്രസിഡന്റ് കൈമാറിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സമാധാന കരാർ വെറും ഒരു ഔദ്യോഗിക രേഖ മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ പുതിയ അധികാര സന്തുലിതാവസ്ഥയുടെ പ്രഖ്യാപനം കൂടിയാണ്. ഉപരോധങ്ങളിലൂടെ ഇറാനെ മുട്ടുകുത്തിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഒടുവിൽ വാഷിംഗ്ടൺ മനസ്സിലാക്കിയിരിക്കുന്നു. ട്രംപിന്റെ ഈ ടേൺ അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലും വലിയ തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. റിഫാത്ത് ജാവേദിന്റെ വിശകലന പ്രകാരം അമേരിക്കയുടെ ഈ നിലപാട് മാറ്റം മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് ശക്തികളെയും മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനകം തന്നെ ഇറാനുമായി നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക കൂടി ഈ വഴിക്ക് നീങ്ങുന്നത് ഇസ്രയേലിനെ മേഖലയിൽ കൂടുതൽ ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഈ കരാറും ട്രംപിന്റെ പിന്തുണയും അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര വിജയങ്ങളിൽ ഒന്നാണ്. തങ്ങളുടെ മിസൈൽ പദ്ധതികളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന ടെഹ്റാന്റെ കടുത്ത നിലപാടിന് ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ തന്നെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഇത് ഇറാന്റെ പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കുകയും അവരുടെ വിപ്ലവകാടുകൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. അമേരിക്കൻ വിദേശ നയത്തിൽ വന്നിട്ടുള്ള ഈ വലിയ മാറ്റം യൂറോപ്യൻ സഖ്യകക്ഷികളെയും നാറ്റോ രാജ്യങ്ങളെയും ഒരുപോലെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ തുടരണമെന്ന് വാദിച്ചിരുന്ന പല പടിഞ്ഞാറൻ രാജ്യങ്ങളും ഇപ്പോൾ പുതിയ തന്ത്രങ്ങൾ രൂപീകരിക്കേണ്ട അവസ്ഥയിലാണ്. ട്രംപിന്റെ അപ്രവചനീയമായ രാഷ്ട്രീയ ശൈലി അന്താരാഷ്ട്ര കരാറുകളുടെ വിശ്വാസ്യതയെ വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നു. ഇസ്രയേലിനുള്ളിൽ നെതന്യാഹു ഭരണകൂടത്തിനെതിരെ ആഭ്യന്തര സമ്മർദ്ദം ശക്തമാക്കാൻ ഈ സംഭവം കാരണമായേക്കാം. അമേരിക്കയുമായുള്ള ബന്ധം വഷളാക്കിയത് നെതന്യാഹുവിന്റെ നയതന്ത്ര പരാജയമാണെന്ന് പ്രതിപക്ഷം ഇതിനകം തന്നെ ആരോപിച്ചു കഴിഞ്ഞു. ട്രംപിൽ നിന്ന് നേരിട്ട ഈ തിരിച്ചടി മറികടക്കാൻ ഇസ്രയേൽ ഇനി എന്ത് തരം സൈനിക അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും നടത്തുക എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്.
വരും ദിവസങ്ങളിൽ JD വാൻസിന്റെ മുന്നറിയിപ്പ് ഇസ്രയേൽ എത്രത്തോളം ഗൗരവമായി എടുക്കുമെന്നത് നിർണായകമാണ്. ട്രംപിനെതിരെയുള്ള വ്യക്തിപരമായ ആക്രോശങ്ങൾ നിർത്തിവെച്ച് പുതിയ കരാറിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രായോഗിക ചർച്ചകൾക്ക് നെതന്യാഹു തയ്യാറാക്കേണ്ടി വരും. അല്ലെങ്കിൽ വൈറ്റ് ഹൌസുമായുള്ള അകലം കൂടുതൽ വർദ്ധിക്കുകയേ ഉള്ളൂ. റുഫാദ് ജാവേദ് സൂചിപ്പിക്കുന്നത് പോലെ ഈ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ ആഫ്റ്റർ ഷോക്കുകൾ വരും മാസങ്ങളിലും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ ഉലച്ചുകൊണ്ടിരിക്കും. ഇറാൻ തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യ കൂടുതൽ വികസിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിച്ചേക്കാം. അതേസമയം അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം മേഖലയിൽ നിന്ന് കുറയ്ക്കാനുള്ള നീക്കങ്ങളും വേഗത്തിലാക്കും. ട്രംപിന്റെ ഈ അപ്രതീക്ഷിത നയതന്ത്ര നീക്കം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ് കുറിക്കുന്നത്. പഴയ ശത്രുക്കൾ മിത്രങ്ങളാകാനും പരമ്പരാഗത മിത്രങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉടലെടുക്കാനും സാധ്യതയുള്ള ഒരു സങ്കീർണമായ രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ 60 ദിവസത്തെ വെല്ലുവിളികളും വാൻസിന്റെ മുന്നറിയിപ്പുകളും വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുമെന്നതിൽ തർക്കമില്ല.